നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. എന്നാലും വല്ലാത്തൊരു കൊട്ടായി പോയി കേട്ടോ. മൈറ്റികൾക്കിട്ട് കൊട്ടിയിരിക്കുകയാണ് ബംഗ്ലാദേശ്. 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം ബംഗ്ലാദേശ് 86 റൺസിനാണ് ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. 10-21 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ബംഗ്ലാദേശ് ഓസ്ട്രേലിയയെ തോൽപ്പിക്കുന്നത്. അതും കൂടി ഉണ്ട് കേട്ടോ. ഒരു 2 പതിറ്റാണ്ടായിട്ട് ഏകദിനത്തിൽ ബംഗ്ലാദേശിന് ഓസ്ട്രേലിയ തോൽപ്പിക്കാൻ പറ്റിയിരുന്നില്ല. ഇപ്പോഴത്തെ 21 വർഷങ്ങൾക്ക് ശേഷം ആ വിജയം അവർ സ്വന്തമാക്കിയിരിക്കുന്നു. ധാക്കയിൽ നടന്ന മത്സരം 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിൽ ആദ്യത്തേതാണ്. ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് നിശ്ചിത 50 ഓവറുകളിൽ 8 വിക്കറ്റിന് 284 റൺസ് അടിച്ചപ്പോൾ ഓസ്ട്രേലിയയുടെ ടാർഗറ്റ് ഡെക്വർത്ത് ലൂയിസ് നിയമപ്രകാരം 278 റൺസായിട്ട് പുനർനിർണയിച്ചിരുന്നു. ഏതായാലും അവർ 191 റൺസിന് അവരുടെ ഇന്നിങ്സ് അവസാനിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. 42.2 ഓവറിൽ 191 റൺസ്. അങ്ങനെ 86 റൺസിൻ്റെ വമ്പൻ പരാജയമാണ് അവർ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ബംഗ്ലാദേശിൻ്റെ ഇന്നിങ്സിൽ അവർക്ക് വേണ്ടി വലിയ സ്കോറുകൾ നേടിയ താരങ്ങൾ ഒന്ന് തൻസിദ് ഹസൻ, അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു. 44 പന്തിൽ 54 റൺസ്. ഷാൻഡോ 86 പന്തിൽ 67 റൺസ് അടിച്ചു. എന്നാൽ സ്റ്റാറായത് ശരിക്കും പറഞ്ഞാൽ മൊസദ്ദെഖ് ഹുസൈനാണ്. അദ്ദേഹം 70 പന്തിൽ നിന്ന് 86 റൺസ് അടിച്ച് പുറത്താകാതെ നിന്നു. ഹൃദോയി 51 പന്തിൽ നിന്ന് 31 റൺസ് അടിച്ചിരുന്നു. ഏതായാലും 50 ഓവറുകൾ പൂർത്തിയാകുമ്പോൾ അവർ 284 റൺസാണ് അടിച്ചിരുന്നത്. അതേസമയം എല്ലിസ് 10 ഓവറിൽ 38 റൺസിന് 3 വിക്കറ്റ് എടുത്തുകൊണ്ട് മികച്ച ബോളിംഗ് പ്രകടനം നടത്തിയിരുന്നു. റൺഷോക്കും അതുപോലെ തന്നെ സ്കോട്ടിനും 2 വീതം വിക്കറ്റുകളും ലഭിച്ചു. ഏതായാലും മറുപടി ബാറ്റിങ്ങിൽ ഓസ്ട്രേലിയക്ക് ബാറ്റർമാർക്ക് മികവ് കാണിക്കാൻ പറ്റിയില്ല. ഷോട്ട് ഗോൾഡൻ ഡക്കായി തസ്കിൻ അഹമ്മദിൻ്റെ പന്തിൽ. കനോലി മോശമല്ലാതെ കളിച്ചു. 50 പന്തിൽ നിന്ന് 35 റൺസ്. ലബുഷൈൻ 1 റൺസ്. ഇംഗ്ലീഷ് 19 റൺസ്. അലക്സ് ക്യാരി നന്നായിട്ട് ബാറ്റ് ചെയ്തു. 62 പന്തിൽ നിന്ന് 47 റൺസ്. കാമറൻ ഗ്രീൻ 66 പന്തിൽ നിന്ന് 52 റൺസുമായിട്ട് പുറത്തു നിന്നു. റൺഷോ 2, സ്കോട്ട് 2, ബാറ്റ്ലറ്റ് 1, എല്ലിസ് 8. ഇങ്ങനെ പോയി അവരുടെ മറ്റ് ബാറ്റർമാരുടെ സംഭാവന. സാംബ 6 റൺസുമായിട്ട് പുറത്താകുന്നു. ശരിക്കും പറഞ്ഞാൽ ബംഗ്ലാദേശിന് വേണ്ടി മികച്ച ബോളിംഗ് പ്രകടനം നടത്തിയത് നഹീദ് റാണയാണ്. അദ്ദേഹം 10 ഓവറിൽ 41 റൺസ് 4 വിക്കറ്റ് എടുത്തു. അതേസമയം മറ്റ് ബൗളർമാർ ഇപ്പോൾ മൊസദ്ദെഖ് ഹുസൈന് ബാറ്റുകൊണ്ട് നന്നായി കളിച്ച പോലെ പന്തുകൊണ്ട് നന്നായി തിളങ്ങി 10 ഓവറിൽ 37 റൺസ് 2 വിക്കറ്റ് എടുത്തിരുന്നു. മുസ്തഫിസുർ റഹ്മാൻ 5 ഓവറിൽ 24 റൺസിന് 2 വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തു. ഏതായാലും മൈറ്റികൾക്ക് നല്ലൊരു കിട്ടലാണ് കിട്ടിയത്. 86 റൺസിന് അവർ പൊട്ടി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എടുത്താം.